ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വ്ലോഗ്. ഇന്ന് നമ്മൾ ഓറഞ്ച് ജാമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഓറഞ്ച് ഒന്ന് പീൽ ചെയ്തെടുക്കാം. നമ്മൾ ഓറഞ്ച് എല്ലാം പീൽ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ജ്യൂസ് ആക്കി എടുക്കാം. ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓറഞ്ച് പീൽ ചെയ്തിട്ട് അതിനകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അരിപ്പ വെച്ച് അരിച്ച് ജ്യൂസാക്കി എടുക്കാം. ഇതിനകത്ത് അതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ പിഷിഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു കോട്ടൺ തുണിയിലോട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് എനിക്ക് 3/4 കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന കോട്ടൻ്റെ ക്ലോത്തില്ലേ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ എടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ക്ലോത്ത് എടുത്ത് മാറ്റാം. ഇന്നത്തെ ജ്യൂസൊക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ജ്യൂസ് നല്ല തിക്കായി വരുന്നിടം വരെ നമുക്കിങ്ങനെ ബോയിൽ ചെയ്തെടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. നാരങ്ങാനീര് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോം മെയ്ഡ് അല്ലേ, അപ്പം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് നാൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീര് യൂസ് ചെയ്യുന്നത്. ഇതിനി തിക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറോളം എടുക്കും. അത് ഒലിച്ച് ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. അപ്പം ഇത് റെഡി ആയിട്ടില്ല. നമുക്ക് ഇച്ചിരി സമയം കൂടെ ബോയിൽ ചെയ്തെടുക്കണം. അപ്പം ഇത് ഒരുപാട് തിക്കാവണ്ട. ജസ്റ്റ് ഇത്രയും തിക്കായാച്ചാൽ മതി. അപ്പോൾ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ അത് ആറി വരുമ്പോഴത്തേനും വീണ്ടും ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അപ്പം നമ്മുടെ ജാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ജാം ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം.
ഇത് നമുക്കൊരു 5-6 മാസം യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് ഓറഞ്ച് ജാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.